Please be seated. ഇന്ന് പകല് നിങ്ങളെ മുമ്പിൽ കർത്താവിനെ ഉയർത്തുവാൻ ഒരു അവസരം കൂടെ ഞങ്ങൾക്ക് ദൈവം നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And I thank and praise God for the opportunity and the privilege that He has given us to share God's word once again before you. ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമ്മൾ ഇന്ന് പകൽ കേൾപ്പാനിടയായി. And we heard a blessed message this morning. പാസ്റ്റർ മാത്യൂസിലൂടെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ദൈവം നമുക്ക് നൽകിയത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. And the Lord gave us an amazing message sermon through Pastor Matthews. This is the time of children's church. Please go with Dr. Ronnie uncle, please. All right. Thank you. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നലെയും ഒക്കെ ആയിട്ട് വിവിധ ആരാധനകളിൽ നാം പങ്കുകൊണ്ടിരിക്കുകയാണ്. And we were a part of multiple sermons and other services throughout yesterday and today. Pastor Davis Matthews, thank you for coming. Thank you for your powerful message. God bless you. Thank you, Pastor. God bless you. And Pastor David Matthews, God bless you. തുടർന്ന് അല്പ സമയങ്ങൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. And we're going to enter into the Lord's word. This is a time for മലയാളം മെസ്സേജിന്റെ സമയമാണ്. This is the time for Malayalam sermon. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെയും ഈ ആരാധന വന്ന് സംബന്ധിച്ചും കർത്താവിനെ ആരാധിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ വന്ദനം ചെയ്യുകയാണ്. And we welcome everybody who's sitting here and also watching us through different medias. ഞാൻ നിങ്ങളോട് ഇന്ന് പകല് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ബുക്ക് ഓഫ് ജെറമയ ചാപ്റ്റർ 18 verse 1 to 4 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. And I'd like to share from Jeremiah chapter 18 verse 1 to 4. നിങ്ങൾ എല്ലാവരും ഈ ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചിരിക്കണമെന്ന് കർത്താവിനെ ഓർപ്പിക്കുകയാണ്. And I request all of you to please be attentive to this word. ഇന്ന് ഉച്ച കഴിഞ്ഞ് നമുക്ക് ബിങ്ഹാംപ്ടണിൽ ആരാധനയുണ്ട്. And afternoon we have our worship in Binghamton. 12:30 മണിക്ക് തന്നെ ആശീർവാദം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. And I would like to conclude by 12:30. ഒരു 35 minutes ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ സന്ദേശം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. And about 35 minutes we would like to share this message. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് മറ്റൊരു സർമൺ കർത്താവ് ബുധനാഴ്ച ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്കൊരു സന്ദേശം നൽകാനിടയായി. And the Lord gave me another sermon to preach to you this morning. എന്നാൽ ഇന്നലെ ഞാൻ നമ്മുടെ ഒണിയാൻഡ സർവീസിൽ ആയിരിക്കുമ്പോൾ, but as I was in our Oneonta service last night, നമ്മുടെ ഒണിയാൻഡയിലെ പാസ്റ്റർ എബിൻ അലക്സ് സിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. And Pastor Eben Alex started praying for the city of Oneonta. ഞാൻ അപ്പോൾ ഏറ്റവും ബാക്കിൽ ഉള്ള റോയിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. And I was praying in the back row. എനിക്ക് വല്ലാത്ത ദുഃഖവും വേദനയും ആ സിറ്റിക്ക് വേണ്ടി ഉണ്ടായി. And I had a yearning and a pain for that city. എനിക്ക് നമ്മൾ കണ്ടിന്യൂസ് യാത്ര ചെയ്യുന്നവർക്ക് കണ്ടിന്യൂസ് ഡ്രൈവിംഗും യാത്രയൊക്കെ ആകുമ്പോൾ ശാരീരിക വേദനയും ഉണ്ടാകും. And as we were continuously traveling, my body was hurting. പിന്നെ പ്രായം ഓരോ ദിവസം കൂടി വരുന്തോറും യാത്രകൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. And as I'm aging day after day and I was traveling every day, it hurts my body. അപ്പോൾ ഞാൻ ആ സിറ്റിക്ക് വേണ്ടി നന്നായി കർത്താവേ ഞങ്ങൾ എത്ര നാൾ ഇങ്ങനെ ഓടും അധ്വാനിക്കും ഇതൊന്നും വൃഥാവായി പോകുമോ എന്ന് കർത്താവോട് ചോദിപ്പാനിടയായി. And I asked God, is it in vain that we run, we drive, we come to this meeting, or is all of this in vain? ഇന്ന് രാവിലെ പാസ്റ്റർ മാത്യൂസ് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ഓട്ടവും അധ്വാനം ഒന്നും വൃഥാവല്ല, വെയിനല്ല എന്ന് പറയാനിടയായി. And Pastor Matthews preached this morning that none of your works are in vain. ഞാൻ അവിടെ ബാക്കിൽ റോയിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, And as I was praying in the back row, ഒരു ദൈവശബ്ദം ഞാൻ കേൾക്കുകയാണ്. I heard from the Lord. അതിങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കുന്നത്. And this is what I heard from him. He is still working on you. അവൻ ഇപ്പോഴും നിന്റെ മേൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He is still working on you. അപ്പൊ ഞാൻ ഈ വാക്യം എവിടെയാണെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. And I did not understand where this verse was from. അപ്പൊ തിരിച്ച് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ, And as we were traveling back to Albany, വണ്ടിക്കകത്തിരുന്ന എന്റെ കുഞ്ഞിനോട് മോളോട് ചോദിച്ചു, മോളെ നമ്മൾ ഇങ്ങനെ പാട്ട് പണ്ട് പാടിയിട്ടുണ്ടല്ലോ, ഹി ഈസ് സ്റ്റിൽ വർക്കിംഗ് ഓൺ us എന്നൊരു പാട്ട് നമ്മൾ പാടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. And I asked my daughter who was in the car with me, we have sung a song like he is still working on me. മോള് പറഞ്ഞു, ചാച്ച ഇതാണ് പാട്ടെന്ന് പറഞ്ഞു. And she pointed and that she sung out the song to me. ഞാൻ വീട്ടിൽ ആത്മനിയോഗിതനായി വീട്ടിലേക്ക് വരികയാണ്. And as I was prompted by the Lord and I was coming home, പ്രാർത്ഥനാ മുറിയിൽ കയറി, and I came to my prayer room, ഞാൻ എൻ്റെ വേദപുസ്തകം തുറന്നു വെച്ചു. I opened my Bible, ഈ വാക്യം ആവലോടെ ഞാൻ വായിക്കാൻ തുടങ്ങി. and I started reading this verse. എനിക്കറിയാം ഒന്നിലധികം പ്രാവശ്യം ഈ സന്ദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് And പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കാം. I know that I've repeated this sermon multiple times. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. But today the Spirit of the Lord is talking to us. എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു? How many of you believe that the Lord wants to speak to us? ഇവിടെ ഇരിക്കുന്നവരോട് മാത്രമല്ല, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പലരോടും പരിശുദ്ധാത്മ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. Not to just the people sitting here, but many who are watching this message അവൻ online. ഇന്നും നിന്റെ മേൽ പണിതുകൊണ്ടിരിക്കുകയാണ്. Even today he is working on you. അവന്റെ പണി തീർന്നിട്ടില്ല. And his work is not നീ finished. ചിലപ്പോൾ ഷേപ്പ്ലെസ് ആയിരിക്കാം. You might feel shapeless ചിലപ്പോൾ now. നീ ഉദ്ദേശിക്കുന്ന പോലെ ഫോമിൽ വന്നെന്ന് വരത്തില്ല. And you might feel formless now. പക്ഷേ സ്റ്റിൽ അവൻ നിന്റെ മേൽ പണിതുകൊണ്ടിരിക്കുകയാണ്. But still he is working on you. വിശുദ്ധ മക്കൾ ഇന്ന് രാവിലെ കർത്താവിന് മഹത്വം കൊടുത്താട്ട് Hallelujah.
യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം നമ്മൾ വളരെ ആഴമായി പഠിച്ചിട്ടുണ്ട്. We have deeply learned from the prophetic book of Jeremiah. കുഞ്ഞു പ്രായത്തിൽ യിരെമ്യാവിനെ ദൈവം വിളിച്ചതാണ്. And Jeremiah was called out for the Lord from a young age. വിളിച്ചപ്പോൾ യിരെമ്യാവ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് ഇത് പറ്റത്തില്ല. And Jeremiah told the Lord, Lord, this is not possible for me. യിരെമ്യാവിനെ ദൈവം നിർബന്ധിച്ചു എന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത്. യിരെമ്യാവിനെ ദൈവം നിർബന്ധിച്ചു. And the Lord persuaded is what we read. യിരെമ്യാവ് സമ്മതിച്ചു. And Jeremiah agreed. ഒത്തിരി പ്രതികൂലം കൂടെ യിരെമ്യാവ് പോകേണ്ടി വന്നു. And Jeremiah went through a lot of tribulation. യിരെമ്യാവിനെ ആമത്തിലിട്ട് അന്നത്തെ ലീഡർഷിപ്പ്, അന്നത്തെ സ്പിരിച്വൽ ലീഡർഷിപ്പ് തന്നെ ആമത്തിലേക്ക് ഇടാനിടയായി. And Jeremiah would put in prison and bound by the leadership of the country. പരാതികൾ പലപ്പോഴും യിരെമ്യാവ് ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. And Jeremiah had a lot of complaints to the Lord. കർത്താവേ, എന്നെ എന്തിനാ വിളിച്ചത്, ഞാൻ എന്തിനാ വന്നത്, എന്നെ എന്തിനാ ഇറക്കിയത്, ഇങ്ങനെയൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ്. And Jeremiah often asked the Lord, why did you separate me? Why did you call me? യിരെമ്യാവിന്റെ ജനത്തോട് യിരെമ്യാവിന് സംസാരിക്കാൻ, അല്ലെങ്കിൽ യിരെമ്യാവിന്റെ ജനത്തോട് ഇസ്രായേലിനോട് ദൈവത്തിന് സംസാരിക്കാൻ ഒത്തിരി ദൂതുകൾ യിരെമ്യാവിന്റെ കരത്തിൽ കൊടുക്കുമായിരുന്നു. There was a lot of prophecies that Jeremiah was given to speak to the people of Israel. പലതും പറയാൻ യിരെമ്യാവ് മടിച്ചു. And Jeremiah did not want to say many of those prophecies. കമ്പൽ ചെയ്തു, നീ പറയണമെന്ന് പറഞ്ഞു. And the Lord compelled him to say those prophecies out to the people. ഒരു ദിവസം യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, And the Lord said to Jeremiah, നീ ഒന്ന് എഴുന്നേറ്റേ. get up. ഞാൻ പറയുന്നത് 18ന്റെ രണ്ടാമത്തെ വാക്യമാണ്. നീ ഒന്ന് This is verse 2 of chapter 18. നീ അങ്ങ് താഴേക്ക് ഹിന്നോം എന്ന് പറയുന്ന താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ല്. And walk to the valley of Hinnom. അവിടെ ചെല്ലുമ്പോൾ And when you reach there, എനിക്ക് ചില മെസ്സേജുകൾ അവിടെ വെച്ച് പറയാനുണ്ട്. I have to tell you something when you reach there. ഒന്നാമത് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ചിന്ത, ഒന്നാമത്തെ ചിന്ത ഇതാണ്. And this is what the Holy Spirit wants to speak to us this morning. The call to go. പോകാനായിട്ട് ദൈവം നിന്നെ വിളിക്കുന്നു. The Lord is calling you to go. Obedience precedes revelation. നീ അനുസരിക്കാൻ തയ്യാറായാൽ ദൈവിക വെളിപ്പാടുകൾ നിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരും. As obedience precedes revelation, if you're ready to obey, the Lord will reveal His mysteries to you. ഒന്നുകൂടി ആവർത്തിച്ച് ഞാൻ പറയുന്നു, പോകാനായി ഇറങ്ങി താഴേക്ക് ചെല്ലാനായി ദൈവം നിന്നെ വിളിക്കുകയാണ്. The Lord is calling out to walk out to the valley of Hinnom. രണ്ടാമത്തെ വാക്യം ഇങ്ങനെ, arise and go down to the potter's house. നീ ഒന്ന് എഴുന്നേറ്റ് താഴേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാൻ യിരെമ്യാവിനോട് പറയുകയാണ്. The Lord asked him, go and rise and go to the potter's house. യിരെമ്യാവ് ചിരിച്ചു ചോദിക്കാൻ സാധ്യതയുണ്ട് ദൈവത്തോട്. And Jeremiah might have asked God in return, കർത്താവേ, ഒരു കുശവന്റെ കളിമൺശാലയിൽ നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത്? Lord, what do you have to speak to me at the potter's house? ദൈവത്തിന്റെ കോളിനോട് നീ റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായാൽ, And if you respond to God's calling, when you are ready to obey his calling, അവന്റെ കോളിങ്ങിനെ obey ചെയ്യാൻ തയ്യാറായാൽ, and when you're ready to obey his calling, when you reach there, അവിടെ ചെല്ലുമ്പോൾ ദൈവം സംസാരിക്കും. when you reach the potter's house, the Lord will ദൈവം speak ചില to you. revelation ദൈവം നിനക്ക് തരും. God will reveal certain പരിശുദ്ധാത്മാവ് revelations to സംസാരിക്കും. you. ദൈവം ചില പുതിയ revelation നിനക്ക് തരും. God will reveal His revelations to ദൈവം ചില you. പുതിയ മെസ്സേജുകൾ നിനക്ക് God തരും. will give His sermon to you. താഴ്വരയിൽ നിന്നോട് സംസാരിക്കുന്ന ദൈവമുണ്ടെന്ന്, താഴ്വരയിൽ നിന്നോട് സംസാരിക്കുന്ന ദൈവമുണ്ട്. And there is a God that speaks to you in the valley, മൗണ്ടൻസിൽ മാത്രമല്ല സംസാരിക്കുന്നത്, not just in the mountains, നിന്റെ താഴ്വരയുടെ അവസ്ഥകളിലും ദൈവം നിന്നോട് സംസാരിക്കും. in the situations of your ഇന്ന് പകൽ valleys. പരിശുദ്ധാത്മാവോടൊക്കെ പറയുന്നു, നിന്റെ താഴ്വരയുടെ അവസ്ഥകളിൽ ദൈവം നിന്നോട് സംസാരിക്കാൻ ഇന്ന് പകൽ തയ്യാറാവുക. And the Spirit of the Lord is prompting me today, in the situation of your valley, the Spirit of the Lord will speak to you. നിങ്ങളൊരു താഴ്വരയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത്, And if your circumstances are in the valley, ദൈവം ചില റെവലേഷൻ നിന്റെ മുമ്പിൽ ഓപ്പൺ അപ്പ് ചെയ്യാൻ തയ്യാറാകുകയാണ്. the Lord will open up certain revelations to you. 3 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പ്രധാനമായി പറയണം. കുഞ്ഞുങ്ങൾ, listen to me very carefully. 3 things. I would like to share 3 things with you. അത് നമ്മുടെ ദൈവത്തിന്റെ 3 ക്യാരക്ടറാണ് പറയാൻ പോകുന്നത്. And I would like to reveal 3 characters of our God. ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്ത മെസ്സേജുകളൊന്നും അല്ല ഞാൻ ഈ പറയാൻ പോകുന്നത്. It's not a very well prepared message. എനിക്ക് എന്റെ ഹൃദയം നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹമുണ്ട്. But I'd like to open my heart to you. പാസ്റ്റർ എബിൻ ഇന്ന് ഇവിടെ പകലില്ലെങ്കിലും പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുകയാണ്. And Pastor Eben, the Lord is talking to you. ദൈവം പട്ടണത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The Lord is working in Oneonta. He is still working on this that place. ആ സ്ഥലത്ത് കർത്താവ് വർക്ക് And the ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Lord is still working in നമ്മുടെ Oneonta. പുറം കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലെങ്കിലും You might not be able to see ഒരു with the outer പോട്ടന്റെ eyes. കരമനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. There is the hands of a potter ദൈവം that's ചില working there. കുടുംബങ്ങളിലേക്ക് അവന്റെ കരം ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. There are some families that are ഇന്ന് working പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. ദൈവം ചില കുടുംബങ്ങളകത്ത് അവന്റെ കരം ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. And the Spirit of the Lord is speaking that the Lord is working in certain families in Oneonta. ഒരു
ദിവസം And one day, നല്ല ഒരു പാത്രമായി നീ പുറത്തു വരും. and one day you will be a perfectly formed ഒരു ദിവസം vessel. ഒരു കൂട്ടായ്മയായി പുറത്തു വരും. And you will be known as a ഒരു gathering. ദിവസം ഒരു അത്ഭുതമായി നീ പുറത്തു And വരും. you will be known as a miracle. ഞാനിന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്. Amen. Hallelujah. ഞാനിന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്. I believe that today. ഞാനിന്ന് പകൽ വിശ്വസിക്കുകയാണ്. I believe that today. ദൈവം ചിലത് നമുക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. The Lord is വിശ്വസിച്ച മകന്റെ കൂടെ ആത്മസാരത്തിൽ സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. ദൈവം ചില കുടുംബങ്ങളെ ഇന്ന് പകൽ പണിയാൻ ആഗ്രഹിക്കുകയാണ്. The Lord is willing to build some families today. ഒന്നാമത് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ സന്ദേശം, The first thing the Lord teaches us ഈ is മനുഷ്യൻ അവിടെ ഇറങ്ങി ചെന്നപ്പോൾ when he walked down, ഈ സോ വൺ ഒരു കാര്യം he കാണുന്നുണ്ട്. saw something. എന്താണോ വേഴ്സ് 3 ഒന്ന് കണ്ടേ, വേഴ്സ് 3 ഒന്ന് വായിച്ചേ. Verse 3. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. വേഴ്സ് 3. ഞാൻ ആ കുശവന്റെ വീട്ടിൽ ചെന്നു. So I went down to the potter's house. അവിടെ ചെന്നപ്പോൾ അവൻ കണ്ട കാഴ്ച എന്താ അറിയാമോ? What did he see? And he Hallelujah. was working at his wheel. Hallelujah. The work on the wheels. ഒരു വീലിനകത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നത് കാണുകയാണ്. The work is going on in the wheels. ഞാൻ പറയാം, we are all in process. നമ്മളൊരു പ്രോസസ്സിനകത്താന്ന് മനസ്സിലാക്കണം. We have to understand that we are all going through a process. ഈ അത് ഒന്നാമത് ദൈവത്തിന്റെ വിഷനെ ആണ്, ദൈവത്തിന്റെ സ്വഭാവം. വിഷനുള്ള ദൈവ പോട്ടറിനെ കാണിക്കുന്നത്. And we can see a God or a potter who has a vision about us. ഈ വീലിനകത്തിരിക്കുന്ന ക്ലേ, The clay that is in the wheel, അത് ഒരു കരത്തിനകത്തും കൂടെയാണ്. and it is also in a hand. ഒന്നും കൂടെ പറയാം, ഒരു വീലിനകത്തായി ക്ലേ ഇരിക്കുന്നെങ്കിലും When the clay is in the wheel, അതിന് പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു കരം കൂടെ ഉണ്ടെന്ന്. there is a hand that works ഒന്നും within കൂടെ that പറയാം, clay. വീലിനകത്താണ് നാം ഇരിക്കുന്നതെങ്കിലും Even though we are sitting in the wheel, അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു കരം കൂടെ there is ഉണ്ട്. a hand that works behind ഈ it. കരത്തിന്റെ ഉടമസ്ഥൻ ഒരു വിഷൻ ഉണ്ട് നിന്നെ കുറിച്ച്. And the owner of the hand has a vision about you. ഹല്ലേലൂയ. Amen. Hallelujah. ഹല്ലേലൂയ. എന്തായി തീരണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. And there is God's desire that what ഒന്നുകൂടെ we should be. നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടെന്നേ. The Lord has plans for you. നിന്നെ കുറിച്ച് Hallelujah. ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടെന്നേ. The Lord has plans for നിനക്ക് you. നിന്നെ കുറിച്ച് പ്ലാൻ ഉണ്ട്. You have plans for yourself. പിശാചിന് നിന്നെ കുറിച്ച് പ്ലാൻ ഉണ്ട്. The devil has plans for you. അവന്റെ ആശയം എന്തെന്നറിയാമോ? What is his desire? നിന്നെ മുടിക്കുക, നിന്നെ നശിപ്പിച്ച് കളയുക. Destroy you. എന്നാൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, But in the Spirit, നിന്റെ Lord, I പോട്ടർ say, നിന്നെ കുറിച്ച് പ്ലാൻ ഉണ്ട്. The potter has a plan അത് for you. മാത്രമേ നടക്കത്തുള്ളൂ. And only that will fulfill. ഹല്ലേലൂയ. Amen. Hallelujah. പിശാചിന്റെ പ്ലാനെ കുറിച്ച് ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്, ദ സ്ട്രാറ്റജീസ് ഓഫ് ഈവിൾ എന്നാണ് അല്ലേ, പിശാചിന്റെ തന്ത്രങ്ങൾ എന്നാ പറയുന്നത്. And the plan of the devil is known as the strategies of evil. എവരിടെ പിശാചിന്റെ തന്ത്രം മാറ്റിക്കൊണ്ടിരിക്കും. And every single day he changes the strategy. പക്ഷേ എന്റെ ദൈവത്തിന്റെ പ്ലാൻ മാറത്തില്ല. But the plan of the Lord remains the same. സ്വതന്ത്രം പറയാൻ പറ്റും. ആരോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ എങ്കിലും ആവർത്തിച്ച് പറയുക. എന്റെ ദൈവത്തിന് നമ്മളെ കുറിച്ച്, സഭയെ കുറിച്ച്, ദേശങ്ങളെ കുറിച്ച്, വ്യക്തികളെ കുറിച്ചുള്ള പ്ലാനുകൾ he cannot change his plan. അവൻ ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. The plan that the Lord has for you, for persons, for the church, he will not change. ഈ ക്ലേ നിങ്ങൾ നോക്കിക്കേ. Can you look at this clay? ഇതിപ്പോ ഷേപ്പ്ലെസ് ആ. It's shapeless. ഇതിന് ഫോം ആയിട്ടില്ല. And it's formless. ഇത് വേണ്ടത്ര രീതി ആയിട്ടില്ല. And it is not up to mark. ഡോറിന്റെ അവിടെ നിന്ന് നോക്കുന്ന യെരമ്യാവിനെ സംബന്ധിച്ച്, And Jeremiah, who is at the door, അവന് ഒത്തിരി അഭിപ്രായം പറയാനുണ്ട്. and he has a lot of suggestions about this clay. കൊള്ളത്തില്ല, It's not nice. ഷേപ്പ് ആയിട്ടില്ല. It's not shapely. പക്ഷേ ഈ പോട്ടറിന്റെ അഭിപ്രായം കാണുന്നവന്റെ അഭിപ്രായമല്ല. And the potter does not care about the opinion of the onlookers. ഈ ക്ലേ പോട്ടറിന്റെ അഭിപ്രായം യിരെമ്യാവിന്റെ അഭിപ്രായമല്ല. And the potter does not have the same opinion as Jeremiah. എന്താ പോട്ടറിന്റെ അഭിപ്രായം അറിയാമോ? What does the potter say? പോട്ടർ ഈ ക്ലേ അല്ല നോക്കുന്നത്. The potter does not look at the clay. പോട്ടറിന്റെ മനസ്സിൽ ഒരു മെയിൻ പ്ലാൻ ഉണ്ട്. The potter has a plan about this clay. ഇത് എവിടെയോ ഇരിക്കട്ടെ, ഒരു പാത്രമാണെന്ന് ദൈവത്തിന് അറിയാം. And he knows that it is a vessel that has to be നിന്റെ used കണ്ണ് നിന്നെ somewhere. ഷേപ്പില്ലാതാക്കിയിട്ടുണ്ട്. And you're shapeless now. നിന്റെ കണ്ണുതിരി നിന്നെ ഷേപ്പില്ലാതാക്കിയിട്ടുണ്ട്. Your tears has made you നീ shapeless. ചിലപ്പോൾ ഇല്ല കൊള്ളത്തിൽ നാട്ടുകാർ പറഞ്ഞെന്ന് വരാം. People might say that you're നീ formless. ഷേപ്പ്ലെസ് ആണെന്ന് പറഞ്ഞു വരാം. People may say you're പക്ഷേ shapeless. പരിശുദ്ധമായി ഇന്ന് പകൽ പറയുന്നു, നിന്റെ മേലെ ഇന്നും ദൈവം പണിഞ്ഞുകൊണ്ടിരിക്കുക. The Lord is still working and building you. Hallelujah. Hallelujah. He is still working on us. He is still working on us. ദൈവ ഒരു കോട്ട് ഇങ്ങനെയുണ്ട്. There's a quote like goes like this. ഖത്രിൻ കുൾമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞതാണ് ഇങ്ങനെ. Catherine Coleman said like this. God is not looking for a gold or silver vessels. He is looking for yielded and
broken clays to make a new vessel. ദൈവത്തിന് ആവശ്യമുള്ള ആരെന്നറിയാമോ? Who does God need? ഗോൾഡും സിൽവറുള്ള ജാറിനെ അല്ല. God does not need gold and silver jars. ദൈവത്തിന്റെ കരത്തിൽ പണിയപ്പെടാനായിട്ട് കൊടുക്കാൻ, സമർപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ള കുറെ കളിമണ്ണുകൾ. But jars of clay that are രാത്രി yielded to him. പരിശുദ്ധാത്മാവിനോട് പറയാണ്, ഞാൻ ഇന്നും നിന്റെ മേൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. And God is saying, I'm still working on you. പണി തീർന്നിട്ടില്ല. My work is not finished. ചിലർ പറയും നീ കൊള്ളില്ലെന്ന്. And some might say you're useless. ചിലർ പറയും നിന്നെ കഴിവില്ലെന്ന്. Some might say you are ചിലർ worthless. പറയും നീ ബ്രോക്കൺ ആണെന്ന്. Some might say you're broken. ചിലർ പറയും നിന്നെ ഉപയോഗിക്കാൻ Some കൊള്ളത്തില്ലെന്ന്. might say you're useless. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് സഭയോട് ആരോടൊക്കെ പറയുന്നു, യെസ്, പരിശുദ്ധാത്മാവ് നിന്നെ പണിഞ്ഞുകൊണ്ടിരിക്കുക. അവന് കൊള്ളാകുന്ന ഒരു പാത്രമായി തീരാ അവൻ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. He is still working on you, The Lord. Spirit of the Lord says that He is still working on you to make you a worthy vessel. കർത്താവിന്റെ കരത്തിൽ സമർപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? Can you submit yourself to the hand of God? ഒന്ന്, പോട്ടറിന് നിന്നെ കുറിച്ച് വിഷൻ ഉണ്ട്. First, the potter has a vision for you. രണ്ടാമത്തെ ചിന്ത, Second, അതിന്റെ നാലാമത്തെ വാക്യം രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. can we split verse 4 into 2? നാലാമത്തെ വാക്യം വായിക്കുന്നത് Can we read? വായിക്കുമോ? നാലാമത്തെ വാക്യം, കുശവന് ഈ വീലിനകത്ത് വെച്ചൊരു പാത്രം ഉണ്ടാക്കുകയാണ്. The vessel he was making of clay. പക്ഷേ അവന്റെ കയ്യിൽ അവന്റെ കയ്യിൽ, And in his hand, we should put it in inverted commas. Whose hand? In the potter's hand was ruined. കുശവന്റെ കയ്യിൽ ചീത്തയായി പോയി. Was spoiled in this potter's hand. Brokenness is not final. Brokenness is not final. പൊട്ടിപ്പോയെന്ന് പറഞ്ഞ് നീ ദൈവത്തിന്റെ കരത്തിലാ പൊട്ടിയെങ്കിൽ അത് ഫൈനല്ല. അവിടുന്ന് പണി തുടങ്ങാൻ പോവുക. If you are broken in the hand of God, it's not final. He's going to start a work in you. അത് ദൈവത്തിന്റെ വിശ്വസ്തതയെ, the faithfulness of God, ദൈവത്തിന്റെ വിശ്വസ്തതയെ കാണിക്കുന്നത്. And that shows the faithfulness of God. പൊട്ടിയവരെ ആർക്ക് വേണം? Who needs broken people? ഗാർബേജ് ആയിട്ടുള്ള സാധനം നിങ്ങൾ സൂക്ഷിക്കാറുണ്ടോ? Do you keep garbage in your house? ഹലോ, പൊട്ടിപ്പോയിട്ടുള്ള പാത്രം എത്ര പേർ ഷോക്കേസിൽ വെച്ചിട്ടുണ്ട്? How many of you showcase a broken vessel? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ആരും വെക്കാറില്ല. Nobody keeps it. എക്സ്പ്രഷൻ ഡേറ്റ് ആയതിനെ വലിച്ചു ദൂരെ കളയുന്ന ഒരു സാമാന്യ ജനം ജീവിക്കുന്ന ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്. We throw everything that's past its expiry date. പക്ഷെ ഞാനൊരു കാര്യം പറയാം, And I'd like to say this to നീ you today. ദൈവത്തിന്റെ കരത്തിലാ പൊട്ടിയെങ്കിൽ, If you are broken in God's hands, ഇപ്പോഴും ദൈവത്തിന്റെ വീലിനകത്താ നീ എങ്കിൽ, and if you're still in the wheel of God, രക്തത്താൽ ചെയ്യും, ഇപ്പോഴും ദൈവത്തിന്റെ അവിശ്വസ്തയുടെ കരത്തിലാ നീ and എങ്കിൽ, if you are still in God's faithful hands, മറ്റൊന്നായി മാറാൻ പോകുക. and you are going to change, മറ്റൊന്നായി മാറാൻ പോകുക. you're going to change. ആരെങ്കിലും തകർക്കപ്പെട്ടവരകത്ത് ഇരിപ്പുണ്ടോ? And if you're broken today, ആരെങ്കിലും ഉടഞ്ഞവരകത്ത് ഇരിപ്പുണ്ടോ? if you're broken today, ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദം ഉടഞ്ഞവർ കേൾക്കുന്നുണ്ടോ? and if somebody broken, ഞാനൊരു നല്ല കുശവനെ പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക്. I would like to introduce അവന്റെ you to a പേര് father, വിശ്വസ്തനെന്നാണ്. and he is faithful. He is faithful. അവൻ വിശ്വസ്തനാദയോ. And he is faithful. Hallelujah. കർത്താവിന്റെ കരത്തിൽ, കർത്താവിന്റെ വീലിൽ നീ വെച്ച് ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ, And if you're broken in the wheel of God, മക്കളെ ഈ വീലിന്റെ പ്രത്യേകത എന്താ? what is the significance എനിക്ക് of അത് this ഒത്തിരി wheel? എക്സ്പ്ലെയിൻ പറഞ്ഞു. വീലിന്റെ പ്രത്യേകത ഇതിങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുക. The wheel is constantly spinning, ഒത്തിരി കറങ്ങുമ്പോൾ നമ്മൾ എന്ത് പറയും? and as it is spinning, എനിക്ക് വേദനയാ, എനിക്ക് വേണ്ട, ഈ കറക്കം നിർത്താൻ we പറഞ്ഞു. say it hurts. 3 ദിവസം രാവും പകലും ഈ 40 ദിവസത്തെ രാവും പകലും മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ അവസാന ചില നിമിഷങ്ങൾ നോഹയുടെ പെട്ടകം ഒന്ന് ഉറയ്ക്കാൻ വേണ്ടി മനുഷ്യൻ കാത്തുകൊണ്ടിരുന്നു. And as Noah, it was continuously raining for 40 days. The last days, Noah desired the rain to stop and the vessel to be steady. അവസാനം ഒരു വലിയ കാറ്റങ്ങടിച്ചു. And then there was a gale wind. നോഹ ചിന്തിച്ച് കാണുന്ന, ദൈവമേ, ഇത്രയും ദിവസമായിട്ട് ഞാൻ കിടന്ന് ഇങ്ങനെ അലയുകയാണ്, ഇനി ഒരു കാറ്റും കൂടെ എൻ്റെ മണ്ടയടിച്ചാൽ. And Noah പക്ഷെ ആ കാറ്റ് എന്തെന്നറിയോ? ആ കാറ്റ് പറഞ്ഞേ, ആ സ്റ്റോം ഒരു പർവ്വതത്തിൽ ആ മനുഷ്യനെ ഉറപ്പിച്ചു. And Noah might have thought that now I am facing gale force winds. What will happen of me? But that wind blew to steady him into a mountain. എവിടെങ്കിലും നീ ബ്രോക്കണായി പോയിട്ടുണ്ട്. And if you in your life, if you're broken, നിന്റെ ജീവിതത്തിൽ അടിക്കുമ്പോൾ, and if you have storm, സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, and if you're spinning, കുഞ്ഞെ, ആ വീലിൽ തന്നെ, ആ കയ്യിൽ തന്നെ നീ കടന്നു കൊടുത്തേ. Can you be steady in that wheel in the hands of God? പരിശുദ്ധാത്മാവ് മറ്റൊരു നല്ല പാത്രമാക്കി മാറ്റാൻ നിന്നെ ആഗ്രഹിക്കുന്നു. And he will turn you into a എത്ര good പേര് ഈ vessel. വചനത്തോട് പ്രതികരിക്കാൻ തയ്യാറുണ്ട്? Hallelujah.
ഞാൻ ബ്രോക്കണാണ്, ഞാൻ ബ്രോക്കണാണ്. Can we say that, Lord, I'm broken? തകർന്നു പോയി. എത്ര കുടുംബജീവൻ തകർന്നു പോകുന്ന ഒരു മണ്ഡലത്തിലാണ് നമ്മൾ ജീവിക്കുന്ന Lord, അറിയാമോ? I'm broken. Hallelujah. എത്ര കുഞ്ഞുങ്ങൾ തകർന്നു പോകുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ജീവിക്കുന്ന അറിയാമോ? എത്രമാത്രം പിശാചവൻ ആരംഭത്തോടെ വെല്ലുവിളിക്കുന്ന ഒരു പട്ടണം ജീവിക്കുന്ന അറിയാമോ? പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ കരത്തിലേക്ക് നീ വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഒരു പുതിയ മണ്ഡലത്തിലേക്ക് നിന്നെ പണിഞ്ഞെടുക്കാൻ ദൈവം ഇന്ന് പകൽ വിശ്വസ്തനാണ്. നമുക്ക് സ്തോത്രം പഞ്ചെടുത്താട്ട് ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് തീരുന്നില്ല കാര്യങ്ങൾ. No matter how broken you are, if you give yourself, submit yourself into the hands of the Lord, He will build you up. Hallelujah. ഒന്നാമത്തെ ചിന്ത, ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ വിഷനുണ്ട്. The Lord has a vision for you. രണ്ടാമത്, second, brokenness is not final. ഒരു ബ്രോക്കൺ, ഒരു തകർച്ച അതുകൊണ്ട് അവസാനിക്കുന്നില്ല. The experience of brokenness is not your final stage. ദൈവം വീണ്ടും നിന്നെ പണിയാൻ ആഗ്രഹിക്കുന്നു. The Lord will build you up. അത് ദൈവത്തിന്റെ വിശ്വസ്തതയെ കാണിക്കുന്നതാണ്. And that shows God's full faithfulness. നാലാമത്തെ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്താ? And the second part of verse 4 is, എന്നാൽ ഈ തകർന്നതിനെ, and the broken vessel, കർത്താവ് എന്ത് ചെയ്തു? കർത്താവിന് He തോന്നിയതുപോലെ പണിയാൻ തുടങ്ങി. reworked it into another മക്കളെ, vessel. ദൈവത്തിന് തോന്നിയെന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടം പോലെയെന്ന മറ്റു വേർഷൻ ഈസ് വിൽ എന്ന അവന്റെ ഇഷ്ടം പോലെ പണിയാനായിട്ട് കൊടുക്കാൻ എത്ര ദൈവമക്കൾ കരത്തിൽ എഴുതുന്നുണ്ട് പകലുണ്ട്. കർത്താവ് നിന്റെ ഇഷ്ടം പോലെ എന്നെ പണിയണമേ എന്ന് പറയാൻ. And how many of you desire to submit to God's hands and say, Lord, build me according to your will? God does not just repair. അവൻ വീണ്ടും എന്താ പറയുക, റിപ്പയറിംഗ് പണിയല്ല അവിടെ ചെയ്യുന്നത്. And the Lord is just not repairing. He recreates. അവൻ പുതിയതായിട്ട് അങ്ങ് ഉണ്ടാക്കുകയാണ്. And He is recreating that clay. ഇന്ന് പകല് പരാജയത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിലവിളിക്കണ്ട. And do not stand in front of failure and cry out. ബ്രോക്കൺനെസ്സിന് മുമ്പിൽ തകർന്നു പോകണ്ട. And don't be shattered before brokenness. മക്കളെ, എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ആരോടൊക്കെ സംസാരിക്കുകയാണ്. Hallelujah. നിന്റെ കുടുംബത്തിൽ നിന്റെ മാതാപിതാക്കളുടെ തകർച്ച നിന്നെ ഒത്തിരി ബാധിച്ചിട്ടുണ്ട്. And the brokenness of your parents have affected you. എനിക്ക് പറഞ്ഞറിയത്തില്ല. നിന്റെ സ്തോത്രം കുഞ്ഞുനാളിലെ നിന്റെ വീട്ടിലെ ജീവിതങ്ങൾ നിന്നെ ഒത്തിരി ബാധിച്ചിട്ടുണ്ട്. And your childhood has affected you. നീ ബ്രോക്കണാണ്, നീ തകർന്നിരിക്കുകയാണ്. You are broken. പക്ഷേ പരിശുദ്ധാത്മ നിന്നോട് പറയുന്നു, But the Spirit of the Lord is speaking to you. He is still working on you. അവൻ നിന്നോട് വർക്ക് still working ചെയ്യുന്നു. on you. Hallelujah. അവൻ നിന്നെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നേ. Still working on you. Hallelujah. ലോകം ഇപ്പോൾ നിന്നെ നോക്കിയിട്ട് പറയും നിന്റെ കുടുംബം അത്ര ഷേപ്പ് അല്ല. And the world might look at your family and say it's not shapely. നിന്റെ കുടുംബം കൊള്ളത്തില്ല. And it's not worthy. നിന്റെ മാതാപിതാക്കൾ നിനക്ക് ചേർന്നതല്ല. It's not great. ലോകം പലപ്പോഴും നിന്നെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയും. People might have പക്ഷേ പരിശുദ്ധാത്മാവ് നിന്നെ കുറിച്ച് ഇന്ന് പകരം അഭിപ്രായം പറയുന്നു. എന്താ പരിശുദ്ധം പറയുന്നറിയാമോ? ഞാൻ നിന്റെ മേൽ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പണി തീർത്തിട്ടില്ല, പാഷൻ തീർന്നിട്ടില്ല കേട്ടോ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, ഒരു നല്ല പാത്രമാക്കി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. I desire to turn you into a good vessel. കർത്താവിന്റെ കരത്തിൽ കൊടുക്കാൻ പറ്റുമോ? Can you submit yourself into the Lord's കർത്താവിന്റെ hands? കരത്തിൽ കൊടുക്കാൻ പറ്റുമോ? Can you submit yourselves into the Lord's hands? കർത്താവിന്റെ കരത്തിൽ ഒന്ന് കൊടുത്തേ, ഒന്ന് Can we കൊടുത്തേ. submit ourselves into the Lord's ദൈവമേ, hands? നീ എന്നെ പണിയണമേ എന്ന് പറഞ്ഞേ. Can we say, Lord, please build me? എത്ര വർഷം കഴിഞ്ഞാലും കർത്താവ് അത് പണിഞ്ഞു And കൊണ്ടുവരുമെന്നേ. no matter how many years pass, He will build it. വില്യം ബൂത്തിന്റെ മകൻ And William Booth's son. ബാംവെൽ എന്ന് പറയുന്ന ബാംവെൽ ബൂത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. This is what Bamwell Booth said. താൻ പറഞ്ഞത് നിങ്ങൾക്കറിയാം, ഷാമുവൽ ലോഗൻ ബ്രിങ്കിൾ എന്ന് പറഞ്ഞ മനുഷ്യരുടെ കഥ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഷാമുവൽ ലോഗൻ ബ്രിങ്കിളിനെ നോക്കി വില്യം ബൂത്തിന്റെ മോൻ പറഞ്ഞൊരു വാക്കുണ്ട്. I've spoken this about Samuel Bringle, and this is what Logan said about him. Samuel was a clay on God's wheel who was dedicated and obedient. Samuel was a clay in God's will who was dedicated and എത്ര പേർക്ക് ഷാമുവൽ ബ്രിങ്കിളിന്റെ കഥ അറിയാം? And how many do you? ഞാൻ പല പ്രാവശ്യം ചെയ്യി പറഞ്ഞിട്ടുണ്ട്. അറിയാമോ? കുഞ്ഞുങ്ങളെ എന്നെ ശ്രദ്ധിക്കണം. ഈ കഥ നിങ്ങൾ ഒന്ന് കേൾക്കണം. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുക. നമ്മുടെ അടുത്ത് ബോസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചു വളർന്നത് ഈ ഷാമുവൽ ബ്രിങ്കിൾ. And he was born in Boston. Samuel Bringle was born in Boston. മെഡിക്കൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, and as he was studying in medical school, വില്യം ബൂത്ത് എന്നൊരു മനുഷ്യന്റെ പ്രസംഗത്തിൽ ഷാമുവേൽ ആകർഷകനായി. He was inspired by the preachings of William Booth. താൻ ഇവിടുന്ന് ബോസ്റ്റണിൽ നിന്ന് കപ്പൽ കയറി ലണ്ടനിലേക്ക് ചെന്നു. And he left for London from Boston. സാൽവേഷൻ ആർമിയുടെ വലിയ ക്യാമ്പസിൽ ഷാമുവേൽ ചെന്നു. And he went to the Salvation Army. ബൂത്തിന്റെ ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. And he went to Booth's office and said, സാർ, എനിക്ക് താങ്കളുടെ ആർമിയിൽ ചേർന്ന് മിനിസ്റ്റർ ചെയ്യണം. I want to be a part of your army and be a minister in your army. വില്യം ബൂത്ത് അടിമുടി നോക്കിയിട്ട് ഷാമുവേൽ നോക്കി പറഞ്ഞു, നീ കുഞ്ഞാണ്, നിന്നെ ഇതിനകത്ത് ചേർക്കാൻ പറ്റില്ല. And William Booth said, you're still a child, I cannot have you do this. കുറെ വർഷം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. And he said, come after some time. അവൻ ആ ക്യാമ്പസ് വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ and he was leaving, as he was leaving, ഒരു ദൈവശബ്ദം ഷാമുവേൽ കേൾക്കുകയാണ്. and the Spirit of the Lord spoke to him. നിന്നെ ഞാൻ എൻ്റെ വേലയ്ക്കായി വിളിച്ചിരിക്കുന്നു. And he said, I have
have called you out for my ministry. തിരിച്ചു നടന്ന് വില്യം ബൂത്തിന്റെ ഓഫീസിന് ഫ്രണ്ടിൽ ചെന്നു. And he went back to William Booth's office. സാർ, എനിക്ക് നിന്റെ ആർമിയിൽ ചേരണം. And he said, Lord, sir, I would like to be a part of your army. വില്യം ബൂത്ത് പറഞ്ഞു, നീ ഡിസ്ക്വാളിഫൈഡ്, നിനക്ക് പറ്റില്ല. And William Booth said, you're disqualified from ഉടനെ joining പുള്ളി ചോദിച്ചു, my army. ഏതെങ്കിലും ജോലിയുണ്ടോ, നിങ്ങൾക്ക് കഥ അറിയാം, ഏതെങ്കിലും ജോലിയുണ്ടോ And he എനിക്ക് ചെയ്യാൻ? asked, do you know anything, how to do anything? ശാമൂൽ പറഞ്ഞൊരു പദം, ശാമൂലിനോട് വില്യം ബൂത്ത് പറഞ്ഞൊരു പദം. And this is what William Booth said to Samuel. ഇവിടെ ആയിരക്കണക്കിന് മനുഷ്യർ ഡെയിലി വിസിറ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പസാണ്. People visit this campus, hundreds of people visit അവരേതാണ്ട് this ഈ campus. അടുത്തൊരു സ്ഥലത്താണ് ഷൂ ഇട്ടേച്ച് സാങ്ച്വറിയിലേക്ക് കയറുന്നത്. And they leave their shoes outside the sanctuary. ആ ഷൂ സൂക്ഷിക്കുന്ന സ്ഥലത്തൊരു കൊച്ചു മുറിയുണ്ട്. And there's a room within that place. അവിടെ പാർത്തുകൊണ്ട് ഈ ഷൂ എല്ലാം പോളിഷ് ചെയ്യണം എന്ന് പറഞ്ഞു. Can you live in that house and polish all these shoes? ഭയങ്കര സന്തോഷത്തോടെ ശാമൂൽ ഇത് ഏറ്റെടുത്തു. And Samuel took it in. അവൻ തകർന്നു പോയി കേട്ടോ. And he was broken. ദൈവത്തിന്റെ വിളി ഉണ്ടായവനെ തകർന്നു പോയി. And he was called by the Lord, but he was നിങ്ങൾക്കറിയാം broken. മക്കളെ, 15 കാലം മുളക്കട്ടെ, 15 കൊല്ലം, 15 years, minimum 15 years. And 15 ഈ years. വർഷം അവൻ ആ കൊച്ചു റൂമിൽ കിടന്നു. And he was in that room polishing shoes. എവരുടെ ആൾക്കാരെ ഷൂ പോളിഷ് ചെയ്യും. Every day he was polishing shoes. നിങ്ങൾ നമ്മുടെ ഈ റൂമിന്റെ അകത്ത് ഷൂ ഇട്ട സ്ഥലം കണ്ടില്ലേ? ഷൂ ഇട്ട സ്ഥലം കണ്ടോ? Have you seen the place where we place our shoes? അതിന്റെ അടുത്ത് നമ്മൾ കോട്ടിടുന്ന കൊച്ചു മുറി ഉണ്ടല്ലോ. And we have a coat room, a small coat room. ഞാൻ നിങ്ങളോട് നാളെ പറഞ്ഞിരിക്കട്ടെ, നിങ്ങൾ ആ റൂമിൽ താമസിച്ചുകൊണ്ട് ഷൂ പോളിഷ് ചെയ്യണം. That is your duty. And if I tell you to stay in that room and polish shoes, will you listen? നിങ്ങളോ ഞാനോ നമ്മളോ ഒന്നും അംഗീകരിക്കില്ല. And we will not be acceptable. പക്ഷേ ദൈവത്തിന്റെ വിളി കേട്ട ഈ മനുഷ്യൻ, But he who had listened to the ആ word of the 15 Lord, വർഷം റൂമിൽ താമസിച്ചു. he lived in that room. ഒരു ദിവസം And one day, സാൽവേഷൻ ആർമിയുടെ വലിയ കോൺഫറൻസ്, 7 days കോൺഫറൻസ് നടക്കുകയാണ്. there was a 7-day conference for Salvation Army. 7ാമത്തെ ദിവസം ശനിയാഴ്ച വൈകിട്ട് പ്രസംഗിക്കേണ്ടത് D.L. മൂഡിയാണ്. And D.L. Moody was supposed to preach on the 17th day. D.L. മൂഡി ചിക്കാഗോയിൽ നിന്ന് കപ്പൽ കയറി യാത്ര പുറപ്പെട്ടു. And as D.L. Moody was on the way, കപ്പൽ സമയത്തെത്താൻ കഴിയാതെ കപ്പൽ താമസിക്കാനിടയായി. and the ship was delayed. താന് ഒരു ടെലഗ്രാം അടിച്ചു വില്യം ബൂത്തിന്. And he sent a telegram to William Booth. എനിക്ക് സമയത്ത് റീച്ച് ചെയ്യാൻ പറ്റത്തില്ല. And he said, I cannot reach on time. പക്ഷേ ദൈവം നിനക്ക് വേണ്ടി ആരെങ്കിലും കരുതും. But the Lord will arrange somebody for you. വില്യം ബൂത്ത് തകർന്നു പോയി. And William Booth was shattered. വില്യം ബൂത്ത് പ്രാർത്ഥനാ മുറി കയറി, കർത്താവേ, ഈ കോൺഫറൻസ് ലാസ്റ്റ് ഡേയിൽ ആരാ പ്രസംഗിക്കുക? And he went to his prayer room and prayed, Lord, who would pray on the പരിശുദ്ധാത്മാവ് last വില്യം day of ബൂത്തിനോട് this. പറഞ്ഞു, ഒരുവനെ ഞാൻ കണ്ടിട്ടുണ്ട്. And he said, the Lord said, I have chosen someone. ഒരുവനെ ഞാൻ കണ്ടിട്ടുണ്ട്. I have seen someone. ഒരുവനെ ഞാൻ കണ്ടിട്ടുണ്ട്. There's somebody I have prepared. ഒരു പോട്ടറിന്റെ വീലിനകത്ത് അമർന്നു കൊടുത്ത ഒരുവനെ ഞാൻ കണ്ടിട്ടുണ്ട്. I have seen somebody who was in the potter's wheel. വില്യം ബൂത്ത് പ്രാർത്ഥനാ മുറി ചോദിച്ചു, മക്കളെ എന്നെ കേൾക്കണേ, ചോദിച്ചു. And William Booth asked God. ദൈവം ചില പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ കരം പിടിച്ച് ഉയർത്താൻ പോകുക. And the Lord is willing to raise some people up. ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തിൽ സംസാരിക്കുന്നു പകല്. Hallelujah. വില്യം ബൂത്ത് പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നപ്പോൾ വില്യം ബൂത്ത് പറഞ്ഞു, ശാമൂൽ പ്രസംഗിക്കും. And William Booth, when he was in his prayer room, God said Samuel will preach. വില്യം ബൂത്ത് അന്തം വിട്ടുപോയി. 15 കൊല്ലമായിട്ട് ഷൂ പോളിഷ് ചെയ്യുന്ന പുള്ളി എങ്ങനെ പ്രസംഗിക്കുക? And William Booth was shocked. How would a person who's shining shoes for the last 15 years be able to പക്ഷേ preach? പരിശുദ്ധാത്മ പറഞ്ഞ കേട്ട് വില്യം ബൂത്ത് ശമൂവേലിന്റെ അടുക്കൽ ചെന്നു. But the Spirit of the Lord said to William Booth, and he went to Samuel. ശമൂവേൽ ചോദിച്ചു, ഞാനോ പ്രസംഗിക്കേണ്ടത്? And Samuel said, oh, is it me who has to preach? ആ മനുഷ്യൻ കയറി 7ാം ദിവസം രാത്രിയിൽ കയറി കോൺഫറൻസിനായി സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ, And as he was entering the ആ stage for വാക്യം the പറയാം, എത്ര conference, പേർക്ക് ആ വാക്യം ഓർമ്മയുണ്ട്? എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതി. 7ാമത്തെ പ്രാവശ്യം താൻ പറയുമ്പോൾ 10,000 മനുഷ്യർ ആ ഓഡിയൻസിനിടയിൽ പാവബോധത്തോടെ കരയുന്നത് കാണാനിടയായി. as he repeated the same phrase over and over and over again, he saw that people were crying out of a guilt of sin. സർവശർമ്മയുടെ സെക്കൻഡ് കമാൻഡറായി പുള്ളി സ്റ്റേജിൽ കയറുന്ന സമയത്ത് മോൻ പറഞ്ഞ പദമാണ്, ബ്രാംവെൽ ബൂത്ത് പറഞ്ഞൊരു പദമാണ്, ശമൂൽ വാസ് എ ക്ലേ ഓൺ ഗോഡ്സ് വീൽ ഹു വാസ് ഡെഡിക്കേറ്റഡ് ആൻഡ് ഒബീഡിയന്റ്. സമർപ്പിക്കപ്പെട്ട് താഴ്മയോടെ കർത്താവിന്റെ കരത്തിൽ കൊടുത്ത ഒരു ക്ലേ ആയിരുന്നു ശമൂവേൽ. And Bramwell Booth said this about Samuel, that he was a clay that was submitted obediently unto God's hands. ഇന്ന് പകൽ കർത്താവിന്റെ കരത്തിൽ കൊടുക്കാനായിട്ട് എത്ര പ്രിയപ്പെട്ടവരുണ്ട്? How many of you are willing to submit yourselves into God's hands? ഒരു കർത്താവിന് നിന്നെ കുറിച്ചൊരു വിഷൻ ഉണ്ട് കേട്ടോ. God has a vision for you. നിന്നോട് താഴോട്ട് ഇറങ്ങിച്ചെല്ലാൻ തയ്യാറായ നിന്നോട് ദൈവം പറഞ്ഞാൽ നീ ഒന്ന് ഇറങ്ങിച്ചെന്നാ മതി. If you are ready to step out and go to the valley when God is commanding you to, ദൈവത്തെ അനുസരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറുണ്ട്, and if you're ready to obey God,
ദൈവം ചില പുതിയ ശുശ്രൂഷ നിന്നെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. God will entrust certain ministries to you. യിരെമ്യാവേ, നീ പ്രായത്തിൽ കുറഞ്ഞതായിരിക്കാം, ശരിയാണ്. Jeremiah, you might be young. നീ ഇവരോടൊന്നും പറഞ്ഞൊന്നും ശീലം നിനക്കില്ല. You might not be able to speak to these പക്ഷേ people. എനിക്ക് നിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട്. But I have to teach you certain things. എന്താ നിനക്ക് എന്നെ പഠിപ്പിക്കാനുണ്ടെന്ന് അറിയാമോ? What do I have to teach you? ഒന്ന്, എനിക്ക് ജനത്തെക്കുറിച്ച് വിഷൻ ഉണ്ടെന്ന് പറയണം. First, I have a vision about these people. രണ്ടാമത്, എനിക്ക് ജനത്തെക്കുറിച്ച് ഫെയ്ത്ത്, വിശ്വസ്തനായ ദൈവമാണ് നിങ്ങളെ കരത്തിലിരിക്കുന്നത് പറയണം. Second, that I am faithful. മൂന്നാമത് പറയണം, എനിക്ക് നിന്റെ മേൽ അതോറിറ്റി, അധികാരമുണ്ട്. എന്താക്കി മാറ്റാനും എനിക്ക് അധികാരമുണ്ട്. Third, I have authority over you. Hallelujah. ഹല്ലേലൂയ. നിന്റെ മേൽ എനിക്കൊരു അധികാരമുണ്ട്. I have an authority over you. സകലത്തെയും ഉണ്ടാക്കാൻ അധികാരമുള്ള, ക്രിയേറ്റ് ചെയ്യാൻ അധികാരമുള്ള ദൈവത്തിന്റെ കരത്തിലാണ് നീ എന്ന് നീ പഠിക്കണം. And you have to understand that you are in hands of God who created everything. ഇവിടുത്തെ മന്ത്രിസഭയുടെ അധികാരത്തിന്റെ കീഴിലല്ല നമ്മൾ നിൽക്കുന്നത്. We are not under the legislature here. ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ അധികാരത്തിന് കീഴിലല്ല നമ്മൾ It is നിൽക്കുന്നത്. not under the president that we are. We are under control God. നമ്മുടെ ദൈവത്തിന്റെ കൺട്രോളിലാണ് നമ്മൾ നിൽക്കുന്നത്. We are under the control of God. നല്ല പോട്ടറിന്റെ കരത്തിലാണ് നാം ഇരിക്കുന്നത്. And we are under the control of the good potter. ആരും ഇന്ന് പകൽ ആരെയും നോക്കി വിധിക്കണ്ട. And don't judge others. ആരെയും നോക്കി നിങ്ങൾ കമന്റ് പറയണ്ട. And don't comment on somebody. അവൻ ബ്രോക്കൺ ആണോ എന്ന് പറയണ്ട. And don't ask if somebody is അവൻ broken. ഷേപ്പ്ലെസ് ആണെന്ന് പറയണ്ട. Don't say he is അവൻ shapeless. കൊള്ളത്തിലെന്ന് ആരും പറയണ്ട. Don't say he is useless. ദൈവം അങ്ങനെ അവനെ പണിതുകൊണ്ടിരിക്കുകയാണെന്നേ. But the Lord is ചില building നാളുകൾ him. കഴിയുമ്പോൾ, And after some ചില time, നാളുകൾ കഴിയുമ്പോൾ, and after time passes, ചില നാളുകൾ കഴിയുമ്പോൾ after time passes, അവൻ പണിത് നല്ലതൊന്നായി പുറത്തു വരും. and he will come out ഇന്ന് as പകൽ a നിന്നെ good നോക്കി vessel. ആരെങ്കിലും കമന്റ് പറയുന്നെങ്കിൽ, And even if somebody's ഓ commenting നീ on you, ബ്രോക്കണാന്ന് പറയുന്നെങ്കിൽ, if somebody says നീ that you're broken, രോഗിയാണെന്ന് പറയുന്നെങ്കിൽ, and if you are sick, നിന്റെ കുടുംബ കൊള്ളത്തിലെന്ന് if you say പറയുന്നെങ്കിൽ, the family is broken, ഞാൻ നിന്നെ മേൽ ദൈവം പണിതുകൊണ്ടിരിക്കുക. the Lord is building upon you. ദൈവത്തിന്റെ കരത്തിൽ പണിയാനായിട്ട് നിന്നെ വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കാമോ? Can you submit yourselves into God's hands to build you up? കർത്താവേ, നിന്റെ ഇഷ്ടത്തിൽ എന്നെ ഒന്ന് പണിയണമേ എന്ന് And പറഞ്ഞു. say, Lord, build according to your will, O Father. നിന്റെ Hallelujah. ഇഷ്ടത്തിൽ എന്നെ ഒന്ന് പണിയണമേ. Lord, build me according to your will, O Father. വാച്ച്മാനി എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞിട്ട് വാച്ച്മാനി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. Watchman Nee was a അവന്റെ person. കോളേജിൽ അവൻ വലിയ 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 ബുദ്ധിമാനായ ഒരു കുട്ടിയായിരുന്നു. And he was very bright in his college days. അവനെ കുറിച്ച് അവന്റെ പ്രൊഫസേഴ്സിനെല്ലാം വലിയ ആഗ്രഹമായിരുന്നു. And all of his instructors and professors had a lot of കാലങ്ങൾ ambition മുന്നോട്ട് about him. പോയപ്പോൾ അവന്റെ ശരീരത്തിൽ രോഗം പിടിച്ചു. And he was down with sickness. അവൻ ഒരു ഷേപ്പ്ലെസ് ആയി മാറി. And he became shapeless. അവനെ കണ്ടാൽ ആള് കൊള്ളാത്തവനെ പോലെ തോന്നി. And he looked worthless. ഒരു ദിവസം അവന്റെ ഷേപ്പൊക്കെ മാറി നിൽക്കുമ്പോൾ ഒരു പ്രൊഫസർ വന്ന് അവനോട് ചോദിച്ചു, And one professor came to him one day. വാച്ച്മാനി, താങ്കൾക്ക് എന്താ പറ്റിയ? തന്നെ കുറിച്ച് എന്റെ പ്രതീക്ഷ മറ്റൊന്നായിരുന്നു. And he asked him, what happened to you? I had some other hopes for you. വാച്ച്മാനി പറഞ്ഞൊരു പദം ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. And this is what he said. പ്രൊഫസർ, Professor, താങ്കൾ എന്നെ നോക്കി ഇന്ന് ഒരു കമന്റും പറയണ്ട. do not judge me for what I am today. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്റെ മേൽ എന്റെ പോട്ടർ പണിതുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ My potter's working on me, and after certain നല്ല days, ഷേപ്പുള്ള പാത്രമായിട്ട് ഞാൻ മാറും. I will come out as a shapely vessel. മക്കളെ, നിന്നെ ഒരു മൂലയ്ക്ക് മാറ്റിയിരുത്തി ആരെങ്കിലും കളിയാക്കുന്നുണ്ടോ? And if you are isolated and you നിന്റെ are mocked കൊളീഗ്സിന്റെ at, മുമ്പിൽ, നിന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ മുമ്പിൽ, നിന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ, if your friends, colleagues, your family members നീ mock you, ബ്രോക്കൺ പേഴ്സൺ ആണെന്ന് തോന്നുന്നുണ്ടോ? if you are a broken person, പരിശുദ്ധാത്മാ നിന്നോട് പറയുന്നു, നീ അവന്റെ ആ വീലിന്റെ ആ വിശ്വസ്തതയുടെ കരത്തിന്റെ മുമ്പിൽ ഒന്ന് വിട്ടുകൊടുക്കൂ. and the Spirit of the Lord is saying, could you be still in the wheel of that potter? ഒരു പഴയ ഹിമ്മുണ്ട്. ആ ഹിമ്മിനകത്ത് ഒരു വരി ഇങ്ങനെയുണ്ട്, There's a hymn that goes like this. There really ought to be a sign upon my heart. Don't judge him yet. There is an unfinished part, but I will be better just according to his plan, fashioned by the master's faithfulness and loving hands. അവന്റെ ഇഷ്ടമുള്ള അവന്റെ വിശ്വസ്തതയുടെ കരത്തിന്റെ മുമ്പിൽ അവൻ എന്നെ പണിയുകയാണ്. ഞങ്ങളുടെ കൂടെ എഴുന്നേറ്റ് നിന്നേ. Can we all stand with us? ഞാനൊരു സാധാരണ പറയുന്നത് പോലെ പോയിന്റ് ബൈ പോയിന്റ് മെസ്സേജ് ഒന്നുമല്ല നിങ്ങളോട് പറഞ്ഞത്, എനിക്ക് നന്നായി അറിയാം. പക്ഷെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ നിങ്ങളുടെ ബ്രോക്കൺനെസ്സിൽ പണിയാൻ ആഗ്രഹിക്കുന്നു. The Lord is working on your brokenness. ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ പ്ലാനും പർപ്പസും, And the Lord has a plan or a purpose for you. ഒരു വിഷൻ ഉണ്ട്. He has a vision for you. ദൈവം പണിഞ്ഞുകൊണ്ടിരിക്കുക. And He's building you.
അവന്റെ വിശ്വസ്തയുടെ കരം നിങ്ങൾക്ക് കാണാമോ? And can you see the hand of his faithfulness? അവന്റെ സ്നേഹമുള്ള കരം നിനക്ക് കാണാമോ? Can you see his faithful and loving hand? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, കർത്താവേ എന്താ എനിക്ക് മാത്രം എപ്പോഴും രോഗം? And you might think, why am I always ridden with sickness? എന്താ എന്റെ കുടുംബത്തിൽ മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ? Why are always problems in my household? ഒരു തിര അടിക്കുന്നത് പോലെ മാറി മാറി പ്രതികൂലം. And often like wave shaken by waves. പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, And this morning the Spirit of the Lord is saying to ഞാൻ us, നിന്നെ പണിയുക, ഞാൻ നിന്നെ I am building you. Hallelujah. He is still working on us. He is still working on us. എത്ര പ്രിയപ്പെട്ടവർ Hallelujah. പറയും, ദൈവത്തിന്റെ മുഖത്തേക്ക് പറ, കർത്താവേ നിന്റെ ഇഷ്ടം പോലെ പണിഞ്ഞു എന്ന് പറഞ്ഞേ. Can we say to the Lord build me എല്ലാവർക്കുള്ള such your മെസ്സേജ് അല്ല, will, എനിക്ക് Father. എല്ലാവർക്കുള്ള മെസ്സേജ് അല്ല. This is not for everybody. പക്ഷേ ഈ മെസ്സേജ് നിന്നോടല്ലെങ്കിൽ നീ സ്തോത്രം But പറഞ്ഞുകൊണ്ടിരുന്നു. even though it is not for you, നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തി വാവിട്ട് ദൈവസ്ഥലത്ത് പറയുന്നുണ്ട്, and the Spirit of the Lord is അവൻ speaking, എന്നോട് hallelujah, എന്നെ പണിയാന്ന് പറയുന്നുണ്ടെന്നേ. that He is building me. ഇന്ന് പകൽ Hallelujah. പരിശുദ്ധാത്മ ചില കുടുംബത്തെ പണിയട്ടെ, Some families are being ചില built. വ്യക്തികൾ അവന്റെ ഇഷ്ടത്തിൽ പണിയട്ടെ. Some people are being built. ദൈവത്തിന്റെ ഇഷ്ടം ചില കുടുംബങ്ങളകത്തേക്ക് ഇറങ്ങി വരട്ടെ. And the will of the Lord is being done in some families. Hallelujah. Hallelujah. Working on me to make me what I ought to be. It took Him just a week to make the moon and the stars, the sun and the earth and Jupiter and Mars. How loving and patient He must be, 'cause He's still working on me. There really ought to be a sign upon my heart, don't judge me yet, there's an unfinished part. But I'll be perfect just according to His plan, fashioned by the Master's loving hand. He's still working on me to make me what I ought to be. It took Him just a week to make the moon and the stars, the sun and the earth and Jupiter. പരിശുദ്ധാത്മാവ് കൈകൾ വെക്കും. How loving and patient He must be, 'cause He's ചില still brokenness മാറുന്നു. on me. He's still working on me കർത്താവിന്റെ വിശ്വസ്തയുടെ കരം കാണാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചു തുടങ്ങിയേ. to make me what I ought to be. It took Him just a week to make the moon and the stars, the sun and the earth and Jupiter and Mars. How loving and patient He must be, ശാന്തമായ കർത്താവിന്റെ കരത്തിൽ കൊടുത്തേ. 'cause He's still working on me. How loving and patient He must be, 'cause He's still working on me. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. The Spirit of the Lord is speaking to you today. ഞങ്ങളെ യൂട്യൂബ് ചാനലിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളോട് പരിശുദ്ധ And സംസാരിക്കുന്നു. those who are listening to us and to you through YouTube, ദൈവത്തിന് നിന്നെക്കുറിച്ച്, നിന്റെ പട്ടണത്തെക്കുറിച്ച് ഒരു വിഷയമുണ്ട്. the Lord has a plan for you and your city, അവൻ നിന്റെ മേൽ പണിഞ്ഞുകൊണ്ടിരിക്കുക. and He is building upon you. യാക്കോബിനെ ഫാഷൻ ചെയ്ത്, യാക്കോബിനെ മോൾഡ് ചെയ്ത് ഇസ്രായേലാക്കി മാറ്റിയതുപോലെ And as He molded Jacob into Israel, ദൈവം ചില പണികൾ നിന്റെ കുടുംബത്തിൽ നടത്തുകയാണ്. the Lord is building your family. കഴിഞ്ഞ ദിവസങ്ങളിലും നിങ്ങൾ ദൈവത്തോട് രഹസ്യമുറി ചോദിച്ചിട്ടുണ്ട്, എന്താ കർത്താവേ ഞാൻ ഇങ്ങനെ ഉടയുന്നതെന്ന്. And you've asked before God, like, why am I being broken? ദൈവത്തിന്റെ കാര്യത്തിൽ നീ ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ And if you're broken in God's hands, അവൻ ഇഷ്ടത്തിൽ ഒരു പാത്രമാക്കി മാറ്റാനാ. and it is for you to be turned into a vessel according to His purpose. ആരൊക്കെ എവിടെ ഉടഞ്ഞിട്ടുണ്ടോ, Whoever has been broken, അവരൊക്കെ ദൈവത്താൽ പണിതപ്പെട്ട് and വന്നിട്ടുണ്ട്. they've been built by God, പുതിയ മത്തിന്റെ ലീഡർ എന്ന് പറയുന്ന പത്രോസിനെ ദൈവം ഉടച്ചു. and God broke Peter.
പത്രോസ് ഉന്നതമായ നിലവാരത്തിലേക്ക് ദൈവനെ പണിതു And കൊണ്ടുവന്നു. he built Peter up. 40 വർഷം മരുഭൂമിയിൽ ഉടഞ്ഞതായ ഒരു മോശ ഉണ്ടായിരുന്നു. And we see a Moses who was broken in the desert 40 years. മോശയെ ദൈവം പണിത് പുറത്തു And കൊണ്ടുവന്നു. the Lord built upon Moses. ഇന്ന് പകൽ പരിശുദ്ധാത്മാവോട് പറയുന്നു, The Spirit of the Lord speaking to us. നീ ഉടഞ്ഞൊരു മൂലയ്ക്ക് മാറിക്കിടക്കണവരല്ല. You might be broken but not forsaken. നിന്നെ അടുത്തൊരു തലത്തിലേക്ക് ദൈവം കൊണ്ടുപോകാൻ But the ആഗ്രഹിക്കുന്നു. Lord is willing to build you up into another കർത്താവേ, level. എന്നെ ഒന്ന് പണിയണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഇത്രവരുണ്ട്. How do you desire to be സ്നേഹിത, built നിന്റെ in കുടുംബത്തെ the കുറിച്ച് Lord? ദൈവത്തിന് വിഷൻ ഉണ്ടെന്ന്. And the Lord has a desire for your ദൈവത്തിന് family. വലിയ പ്ലാൻ ഉണ്ട് നിന്നെ The കുറിച്ച്. Lord has a plan for your വലിയ family. പർപ്പസ് ഉണ്ട് നിന്നെ The Lord കുറിച്ച്. has a purpose for you. ഇന്ന് പകൽ അവന്റെ പർപ്പസിലും ട്രസ്റ്റ് ചെയ്യാൻ എത്ര പേര് നമുക്കുണ്ട്? How many of you are ready to trust the purpose of the Lord? ഹല്ലേലൂയ. കർത്താവേ, എന്നെ ഒന്ന് പണിയണമേ എന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, How many of you desire to be built by the Lord? കർത്താവേ, എന്നെ ഒന്ന് പണിയണമേ. Can you tell him, hallelujah, Lord, please build me? ശമൂവേലിനെ പോലെ, ശമൂവേൽ ബ്രിങ്കലിനെ പോലെ ഒബീഡിയന്റ് ആയിട്ട് സബ്മിസീവ് ആയിട്ടുള്ള ഒരു ക്ലേ ആയിട്ട് അവന്റെ വീലിലേക്ക് ഇരുന്ന് കൊടുക്കാൻ എത്ര പ്രിയപ്പെട്ട ദൈവമക്കളുണ്ട്. And to be obedient and submissive as Samuel Bringle in his hands. അടുത്തൊരു തലങ്ങളിലേക്ക് നിന്റെ സൂക്ഷ കൈമാറാൻ നീ ദൈവം പരിശുദ്ധം ആഗ്രഹിക്കുമ്പോൾ നീ തയ്യാറുണ്ടോ ഇന്ന് പകൽ സബ്മിസീവ് ചെയ്യുവാൻ? For your ministry to go into another level, hallelujah. ഓ രാമാന ഹർത്തരാ, ഞാൻ ആത്മാവിൽ ശുശ്രൂഷിക്കുന്നു, ഞാൻ ആത്മാവിൽ സംസാരിക്കുന്നു. എനിക്ക് സമയത്തെ ഭയക്കുന്നുകൊണ്ട് നിർത്താൻ പോകുക. പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധാത്മ സംസാരിക്കുന്നു. കുശവന്റെ കരത്തിലെ കളിമണ്ണ് പോലെ ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് പകലുണ്ട്? How many of you are ready to submit yourself into the potter's hand today? Hallelujah. Thank you, Jesus. Amen. Hallelujah. Thank you, Jesus. Amen. Thank you, Jesus. Thank you, Jesus. യിരെമ്യാവേ, നിന്നെ വിളിക്കുന്നു, ഹിന്നോം താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. Jeremiah, you've been called to the valley of Hinnom. The call to go, പോകാനായിട്ടൊരു വിളി The നിനക്ക് call തരികയാണ്. to go into the valley of Hinnom. കർത്താവേ, താഴ്വര അനുഭവങ്ങളിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. Lord, I would not like to go into the experiences of the valley. മക്കളെ, താഴ്വരയുടെ അനുഭവങ്ങളിൽ നീ പോയാൽ നിന്നോട് അവിടെ വെച്ച് ദൈവം ചിലത് റിവീൽ ചെയ്യും. But if you go into the experiences of the valley, the Lord will reveal certain truths to you. 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ മെയ് മാസം 4-ാം തീയതി ഞാൻ ഒരു താഴ്വരയുടെ അനുഭവത്തിലായിരുന്നു. I was in the experience of a valley 20 years ago in a day in May. ഞാൻ ദുബായ് ഗവൺമെന്റിന്റെ അണ്ടറിൽ ഒരു ജയിലിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, And when ഞാൻ വല്ലാതെ പൊട്ടിപ്പോയി. I was in Dubai prison, I was broken and cried out to ഞാൻ God ഉടഞ്ഞു പോയി, that I am broken, Lord, ഞാൻ തകർന്നു പോയി. that I am broken. Oh, hallelujah. ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തു വരത്തില്ലെന്ന് പിശാച്, മനുഷ്യർ എന്നെ നോക്കി പറഞ്ഞു. And the devil and men were saying that I would never be released from prison. എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞൊരു പദമുണ്ട്, And my brother said something like നിന്നെ this: തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ല ഈ വേദന, it is not for you to break you or നിന്നെ to destroy you that പണിതെടുത്ത് this പൊന്നു pain, പോലെ ഞാൻ പുറത്തു കൊണ്ടുവരും. that I will bring you out as pure gold. Hallelujah. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, And the Spirit of the Lord is speaking to നിന്നെ us. തകർക്കാനല്ല ഈ താഴ്വരയുടെ അനുഭവങ്ങൾ, It is not for your breaking that you are going നിന്നെ through this valley. ഉടയ്ക്കുവാനല്ല ഈ താഴ്വരയുടെ അനുഭവങ്ങൾ, It is not to shatter you that you're going through this valley. നിന്നെ ഇവിടുന്ന് ചെറുത് പഠിപ്പിക്കാൻ കർത്താവ് It is to teach you certain things. Hallelujah. എന്ന് പകൽ കർത്താവെ, നിന്നെ ഇഷ്ടം പോലെ എന്നെ പണിയണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ കരം ഉയർത്തിപ്പിടിക്കുമോ? How many of you desire to be lifted by the Lord? എല്ലാവരും Hallelujah. കരം ഉയർത്തണമെന്ന് ഞാൻ പറയത്തില്ല. Hallelujah. If you desire, can you please raise your hands? കർത്താവെ, Hallelujah. എന്നെ നീ ഒന്ന് പണിയണമേ. To be built by God. Hallelujah. ഞാൻ നിന്റെ വിശ്വസ്തയുടെ കരത്തിൽ എന്നെ തരുന്നു. To submit yourself into God's hands. എന്നെ Hallelujah. നിന്റെ ഇഷ്ടം പോലെ എന്നെ പണിയണമേ. To be built by the Lord's will. Jesus, Hallelujah. Jesus, He still On me to make me what I ought to be. It took him just a week to make കർത്താവേ, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. the moon and the stars, the sun and the earth and Jupiter and Mars. How loving and patient he must be, 'cause he's still working on me. The potter is working on the wheel. നല്ല യജമാനൻ, നല്ല കുശവൻ അവന്റെ വീലിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. The good potter is still working on his wheel. കർത്താവെ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണം. കർത്താവിന് ഇഷ്ടം പോലെ ദൈവം എന്നെ പണിയണം. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ നയിക്കണം.
പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിൽ ഞങ്ങളെ നയിക്കപ്പെടണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണെന്ന പോലെ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവം അങ്ങനെ ഇതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ജനത്തെ നീ നിന്റെ വിഷനിൽ, നിന്റെ പ്ലാനിൽ, നിന്റെ അതോറിറ്റിയിൽ നീ ഇവരെ പണിത് കൊണ്ടുവരണമേ. ദൈവം അങ്ങനെ ചെയ്തതിനാ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. ഒരു പാട്ടിൻ്റെ വരികൾ പാടി കർത്താവിനെ സ്തുതിക്കാൻ പോകുകയാണ്. ആപത്തുവേളകളിൽ, ആനന്ദവേളകളിൽ ഞങ്ങൾക്കൊരു വരിയുണ്ട്. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ, മെനഞ്ഞിടണമേ, വാർത്തെടുക്കണമേ, ദിവ്യഹിതം പോലെ ഏഴയാമെന്നെ. ചേർന്ന് പാടി കർത്താവിനെ അധികം. സെയിം ടൈം വി ആർ ടേക്കിംഗ് ഓഫറിംഗ് ഫോർ ദ മിനിസ്ട്രി ഓഫ് ഗാഡ്. ദൈവത്തിന് ഈ പാട്ടിന് പാടുമ്പോൾ ആ ഓഫറിങ്ങിന് സമയം കൂടിയാണ്. ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കുക. ഹല്ലേലൂയ. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മെനഞ്ഞിടണമേ, വാർത്തെടുക്കണേ, ദിവ്യഗീതം പോലെ ഏഴയാമെന്നെ. മെനഞ്ഞിടണമേ, വാർത്തെടുക്കണേ, ദിവ്യഗീതം പോലെ ഏഴയാമെന്നെ.
Thank you, Jesus. This is a time for testimony. First of all, children come forward. With the children's ministry people, please come forward. Hallelujah.